ഈ രാജ്യങ്ങൾ തമ്മിൽ അതിർത്തിയുടെയും രാജ്യത്തിൻ്റെ താല്പര്യങ്ങളുടെയും ദേശീയതയുടെയും ഒക്കെ അതിർവരമ്പുകൾ അങ്ങനെ നിശ്ചയിക്കുമ്പോഴും അവർക്കിടയിലെ മനുഷ്യർക്കിടയിൽ അത്തരം അതിർവരമ്പുകളൊന്നുമില്ലാത്ത സ്നേഹത്തിൻ്റെയും ചേർന്ന് നിൽക്കലിൻ്റെയും കാഴ്ച നമുക്ക് പലപ്പോഴും കാണാം. ഇത് നന്നായി അനുഭവിക്കുന്നത് പ്രവാസികളാണ്. കാരണം അവരുടെ നാട്ടിൽ എല്ലാ രാജ്യങ്ങളിലെയും മനുഷ്യർ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാനൊക്കെ ദുബായി ചെല്ലുമ്പോൾ മിക്കപ്പോഴും എൻ്റെ വണ്ടിയുടെ ഡ്രൈവർ പാകിസ്ഥാനിയാണ്. എന്നിട്ട് അവൻ്റെ രാജ്യത്തെ കെടുകാര്യസ്ഥതയെക്കുറിച്ചും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിപ്പത്തെക്കുറിച്ചും വളരെ ആവേശത്തോടെ സംസാരിക്കാറുണ്ട്. അതൊന്നും ബോധപൂർവമൊന്നുമല്ല, അവൻ അനുഭവിക്കുന്ന വിഷയങ്ങളാണ്. ഞങ്ങളുടെ നാട്ടിലെ അഴിമതി, അതുപോലെ തന്നെ നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത ജീവിത ചെലവുകൾ, അവിടുത്തെ മറ്റു പ്രശ്നങ്ങൾ ഒക്കെ അവൻ പങ്കുവെക്കാറുണ്ട്. നമുക്കും ഇങ്ങനെ ആളുകളെ ചിലപ്പോൾ വളരെ സ്വാഭാവികമായി അറിയാനും ഒരവസരമായി അത് മാറാറുണ്ട്. നമ്മളിപ്പം ബ്രിട്ടീഷുകാരനെ കാണുമ്പോൾ, ഒരു UK-കാരനെ കാണുമ്പോൾ അവിടെ ജീവിക്കുമ്പോഴൊന്നും നമ്മൾ ഒരിക്കലും നമ്മുടെ രാജ്യത്തെ കൊള്ളയടിച്ചുകൊണ്ട് പോയവനാണ്, ഇങ്ങനെ ആക്കിയവനാണെന്നുള്ള ചിന്തയല്ല വരുന്നത്. അതൊക്കെ ഭൂതകാലത്തിൻ്റെ ചില ചരിത്രത്തിൻ്റെ കറുത്ത അടയാളങ്ങളായി അങ്ങനെ ഉപേക്ഷിച്ച് മനുഷ്യൻ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. ഞാനിത് ഓർത്തുപോയത് വേറൊന്നും കണ്ടല്ല. ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്ക് പേജ് തുറന്നപ്പോൾ താര ടോജോ അലക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് കണ്ടൻറ്റ് ക്രിയേറ്റർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കണ്ടു. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: അയാൾ പാകിസ്ഥാനിയാണ്, ദേശീയ ഗാനം ഇന്ത്യയുടേതും, പക്ഷേ ആ നിമിഷത്തിലെ അതിരുകളില്ലാത്ത വികാരം നമ്മുടെ എല്ലാമാണ്. इंडियन आता तो है पर कच्चा पक्का हो सकता है थोड़ा सा। अच्छा नहीं यार, सुनाना बिल्कुल सही है, क्योंकि देखो अमाउंट है ना, गलती हुई तो फिर अमाउंट नहीं मिलती। नहीं आता तो ट्राई करोगे? ट्राई करते चलो खड़े हो जाओ, फिर नेशनल एंथम है ना, रिस्पेक्ट के लिए खड़े हो जाते हैं। जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंधु गुजरात मराठा द्राविड़ उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा, जनगण जनगण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे। क्या बात है यार, जबरदस्त। कहाँ सीखा भाई तुमने, ये कहाँ सीखा? याद कर लिया था। इतना याद रखने की, याद कब किया तुमने? तकरीबन 3-4 साल पहले करा था। अच्छा हाँ। और ऐसी ही बस सुनते सुनते याद हो गया? बस तुम्हें क्यों नहीं हुआ याद? कभी सुना नहीं। तुमने? मैंने नहीं सुना। अच्छा, अब तुम्हें पता है इसका फायदा क्या होने वाला है ये याद करने का? ये देखो, 1 2 3 4 5 6 7 8 9 10, ये लो 10,000। क्या बात है, तुमने कभी सोचा था ऐसे याद करने पे 10,000 मिले? नहीं, कभी नहीं सोचा। तुमने सुनाया और बहुत अच्छी एफर्ट। जबरदस्त जबरदस्त। ठीक है भाई, ठीक है, थैंक यू। ഇതാണ് ദേശീയഗാനം ചൊല്ലിയ പാകിസ്ഥാനി. ഞാൻ ഓർത്തുപോയത്, ഇന്ത്യയിൽ എത്ര പേര് ഇങ്ങനെ ചെല്ലും? അതുമാത്രമല്ല, ഇതുപോലും മര്യാദയ്ക്ക് ചെല്ലാൻ അറിയാതെ തെറ്റിച്ച് ചെല്ലിയ മലയാളികളെക്കുറിച്ചുമാണ്. ദേശീയതയെ നമ്മൾ നിർവചിക്കുമ്പോൾ വ്യക്തിപരമായ മനുഷ്യർക്കിടയിലെ സ്പർദ്ധയെന്നോ ജാതീയതയെന്നോ അല്ല അതിനെ കാണേണ്ടത്. ഇതിനിടയിൽ സ്നേഹത്തിൻ്റെ പാലം തീർക്കുന്ന, ഉൾക്കൊള്ളലിൻ്റെ മാരിവിൽ സൃഷ്ടിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ഭാവങ്ങൾ കൂടി അതിലുണ്ട് എന്നതാണ് ഒരു പ്രധാന കാര്യം.